ഹലോ ഹായ് നമസ്കാരം, ഞാൻ അബിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീട്ടിലേക്ക് സ്വാഗതം. അതൊരു പുതിയ വീഡിയോ ആയിട്ട്, അതായത് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പച്ചക്കായ വെച്ചിട്ടുള്ളൊരു പച്ചക്കായ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളാണ്, വെറും 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ സാധനം റെഡിയാവും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ മീഡിയം സൈസ് ആയിട്ടുള്ള 2 പച്ചക്കായാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പച്ചക്കായ, 2 പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ ഉപ്പേരി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചീനച്ചട്ടി വെച്ച് കത്തിച്ച് ചീനച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ഇടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ പച്ചമുളക് ഒന്ന് ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പച്ചക്കായ അരിഞ്ഞ് പച്ചവെള്ളത്തിലിട്ട് വെച്ചതാണ്. കറുപ്പ് ഒരു കളർ വരില്ല, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളത്തിലിട്ട് വെച്ചത്. നമ്മൾ നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് മതി. മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളം, 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഇത് മുങ്ങാൻ വേണ്ടിയുള്ള പാകത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം നമുക്കിത് അടച്ച് മൂടി വെക്കാം. അപ്പം നമ്മൾ തീ സിമ്മിലാണുള്ളത്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ സിമ്മിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം നമ്മളെ പച്ചക്കായ മെഴുക്ക് വരട്ടി ഇതാ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്